നമ്മുടെ ആദ്യ പരിപാടിയായ കഥകളിയുടെ കളിവിളക്ക് തെളിയിക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് കഥകളിക്ക് കളിവിളക്ക് തെളിയിക്കാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ആത്മജവർമ്മ തമ്പുരാൻ വർമ്മസാറിനെ ഏറെ ആദരവോടുകൂടി ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. എന്നെ സ്വീകരിച്ച് ആനയിച്ച ഇതിൻ്റെ ക്ഷേത്രം ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട കഥകളി കലാകാരന്മാർ അണിഞ്ഞൊരുങ്ങുന്ന വേദിയിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ പരിചയമുള്ള ഒന്ന് രണ്ട് മുഖങ്ങളുണ്ട്. പരിചയമില്ലാത്ത കുടമാളൂരിലെ ചില ചുട്ടിക്കുത്തി കലാകാരന്മാരുമുണ്ട്. ഓരോരുത്തരെ ചുട്ടികുത്തി വേഷം കെട്ടിച്ചു വരുന്ന അവസരത്തിൽ ഏതാണ്ട് വേഷം കെട്ട് അവസാനിക്കാറായി. കഥകളി വിളക്ക് തെളിയിച്ച് അരങ്ങ് ഉണരുന്ന സമയമാണ്. ദീർഘമായൊരു പ്രഭാഷണത്തിന് സമയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒട്ടേറെ ആശയങ്ങളും ഉണ്ടാകാം. അതിൻ്റെ പ്രസിഡൻറ്റ്, അതിൻ്റെ ജനറൽ സെക്രട്ടറി, കൺവീനർ ഒക്കെയുള്ളവർ. ക്ഷേത്ര ഭാരവാഹികളെ ആശങ്കയിലാക്കിക്കൊണ്ടാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അതിശക്തമായൊരു മഴ. ഈ മഴ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഉത്സവകാലം ആരംഭിച്ചപ്പോൾ മുതൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുനക്കരയുടെ പൂരം നമ്മൾ കണ്ടതാണ്. ആ പൂരം കോരിച്ചൊരിയുന്ന മഴയത്തായിരുന്നു. അതിനു മുമ്പ് ഏറ്റുമാനൂർ ഏഴര പൊന്നാന ഉത്സവം. അങ്ങനെ ഉത്സവത്തിൻ്റെ ഒരു കാലയളവാണ് ഇവിടെ നടക്കുന്നത്. വളരെ വൈകി ആരംഭിച്ച ഈ സമ്മേളനം സ്വാഗതം ആശംസിച്ച ആളിനെ പ്രശംസിക്കുവാൻ വേണ്ടി ഞാൻ 1 മിനിറ്റ് എടുക്കുകയാണ്. സാധാരണ ഇത്തരം സമ്മേളനങ്ങളിൽ പോയാൽ സ്വാഗത പ്രസംഗമാണ് 1.5 മണിക്കൂർ നീളുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുകുമാർ അഴീക്കോട് പ്രസ് ക്ലബിൻ്റെ ഒരു പരിപാടിക്ക് വന്നിരുന്നു. പതിവിലും ക്ഷീണിച്ചിരുന്ന അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അഴീക്കോട് സാർ ഇത്രയധികം ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അഴീക്കോട് സാർ പറഞ്ഞ മറുപടി, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടേറെ സാംസ്കാരിക സമ്മേളനങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടാറുണ്ട്. അങ്ങനെ ഓരോ സമ്മേളനങ്ങളിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ, ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ, വിളക്ക് കൊളുത്താൻ പോകുമ്പോൾ അവിടെ നിന്ന് കേട്ട സ്വാഗത പ്രസംഗം, അത്തരം സ്വാഗത പ്രസംഗങ്ങൾ കേട്ടാണ് ഞാൻ ക്ഷീണിച്ചു പോയത് എന്ന് പറയാറുണ്ട്. അപ്പം അത്തരം ഒരു സദസ്സിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ നിർത്തുകയുണ്ടായി. ഇക്കാലത്ത് ഇതിൻ്റെ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടിരിക്കുക, ദേവസ്വത്തിൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുക, പൊതു ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പാമ്പ് വേലായുധൻ്റെ മനസ്സും ശരീര വടിവും വഴക്കവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടും ജനറൽ സെക്രട്ടറിയായിട്ടും ഇരിക്കാൻ കഴിയുള്ളൂ. തിരുനക്കരയ്ക്കപ്പുറത്തൊരു ഉത്സവ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന സമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതിപ്രഗത്ഭനായ ഒരാൾ പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട പ്രസിഡന്റിനെ, തോറ്റ MLA എന്ന് പറയുന്നത് പോലെ തോറ്റ പ്രസിഡന്റിനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേപ്പട്ടി കടിച്ചപ്പോൾ എല്ലാവരും കൂടി ഓടി വീട്ടിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചു. തോറ്റ പ്രസിഡന്റ് ചോദിച്ചു, എന്നെ പേപ്പട്ടിയാണ് കടിച്ചതെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, പ്രസിഡന്റ് ക്ഷമിക്കണം, ആശങ്കപ്പെടരുത്, നിങ്ങളെ കടിച്ചത് പേപ്പട്ടി തന്നെയാണ്, അതിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. തോറ്റ പ്രസിഡന്റ് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടി 2 ദിവസത്തെ സമയം തരണം. കാരണം ഞാൻ ഇലക്ഷന് മത്സരിച്ചപ്പോൾ എന്നെ തോൽപ്പിച്ച ചിലരുണ്ട്, അവരെ പോയി കടിക്കാനുള്ള ഒരവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ സാമൂഹിക വിപത്തുകൾ നേരിടുന്ന ഒരവസരത്തിലാണ് ഇത്രയധികം ആചാരാനുഷ്ഠാനങ്ങളുള്ള കലാപരിപാടികളും അതുപോലെ തന്നെ ക്ഷേത്രകലകളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ മുന്നിട്ടിറങ്ങുന്നത്. ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഈ വേദിയിൽ
നിൽക്കുമ്പോൾ 1.5 മണിക്കൂറുകളെങ്കിലും പ്രസംഗിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. വിളക്ക് കൊളുത്തുക, 5 മിനിറ്റ് സംസാരിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇനിയും ഒരവസരത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. വളരെ ദീർഘമായ പ്രഭാഷണങ്ങളിലേക്കും സംഭാഷണങ്ങളിലേക്കും പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആനിക്കാട് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായൊരു നാടാണ്. ഒട്ടേറെ പ്രഗത്ഭർ സ്വന്തം പേരിനോടൊപ്പം ആനിക്കാട് എന്ന് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആനിക്കാട് വളരെയധികം കോട്ടയത്തിനും അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തും അറിയപ്പെടുന്ന കലാകാരന്മാർ, അതുപോലെ തന്നെ പാട്ടുകാർ, അഭിനേതാക്കാർ ഒക്കെ ഉള്ള ഒരു നാടാണ്. ഈ ആനിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നതിനും നിങ്ങളെയൊക്കെ കാണുന്നതിനും ഈ കളിവിളക്ക് തെളിയിക്കുന്നതിനും ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിനോടൊപ്പം ക്ഷേത്രകലകളുടെ ഉദ്ഘാടനവും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഉത്സവം വരുന്ന ദിവസങ്ങളിൽ വളരെ ഗംഭീരമായി, വളരെ മനോഹരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.